ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ലാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് മർബറീൻ്റെ കംപ്ലീറ്റ് വേര് പിടിപ്പിക്കുന്നു. പെട്ടെന്ന് കായ് പിടിക്കും. ഒരു 3 മാസം 4 മാസം കൊണ്ട് തന്നെ നമ്മൾ നട്ട് കായാകും. അതൊക്കെ ഞാൻ കവറിലാക്കിയിട്ട് 4 മാസമായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലൊക്കെ ശരിക്കും കായായി. ഇതുപോലെ കായ് വേര് പിടിപ്പിക്കാനുള്ള പരിപാടി സിമ്പിളാണ്. മർബറി മല വേര് പിടിപ്പിക്കാൻ മർബറി എന്ന് പറഞ്ഞാൽ നല്ല വിഷമുള്ള കായ് കൂടിയാണ്. അത് നമുക്ക് വീഡിയോക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് എത്ര ചെറിയ കവർ ഗ്രോ ബാഗ് ചെറുത് എത്ര നമ്മൾ തൈ ഉണ്ടാക്കുക വെച്ചാൽ അതിനനുസരിച്ച് ഞാനിപ്പോൾ 2 എടുത്ത്. അപ്പോൾ എനിക്ക് 6 ഉണ്ടാക്കണം. അപ്പോൾ 2 ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ അതിലൊക്കെ പ്രോട്ടീൻ മിക്സ് നിറച്ച് അത് വെക്കുക. പിന്നെ ഒരു ചെറിയൊരു കമ്പ്, നമ്മുടെ മർബറീൻ്റെ ഒരു കമ്പ് വേണം. അതുപോലെ തന്നെ റൂട്ട് ഹോർമോൺ അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ചേർത്താലും കുഴപ്പമില്ല, ഒന്നും കൂടി പെട്ടെന്ന് റൂട്ട് പിടിക്കാൻ നല്ലതാണ്. അപ്പോൾ റൂട്ട് ഹോർമോൺ നമ്മൾ കരാഡിക്സിൻ്റെ റൂട്ട് ഹോർമോൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ടിഷ്യൂ പേപ്പർ വേണം. പിന്നെ പോലെ ഒരു കത്തി, ഒരു കട്ടറും, ഇത്രയും സാധനങ്ങൾ മതി. പിന്നെ ഒരു പച്ചക്കായ്, അത് ഏത് ആണെങ്കിലും ഏത്തക്കായ ആയാലും ഏതെങ്കിലും ഒരു പച്ചക്കായ് ഒരു പീസ് എടുത്താൽ അത് വേണം. അപ്പോൾ നമ്മൾ 2-3 പീസ് അതിൻ്റെ മർബറിൻ്റെ തണ്ട് പീസ് ആക്കിയിട്ടുണ്ട്. 3 പീസാണ് ഇട്ട്. 2 അപ്പോൾ ഞാൻ ഗ്രോ ബാഗ് 2 ചെറിയ കവറാണ് എടുത്തത്. കവറിൽ ആക്കണം. എനിക്ക് 4-5 കൂടി നിറക്കാണ്ട്, പ്രോട്ടീൻ മിക്സ് നിറക്കാണ്ട്. പ്രോട്ടീൻ മിക്സ് നിറച്ചിട്ട് വേണം അതിൽ പോയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ കമ്പിൻ്റെ ആദ്യം ചെയ്യേണ്ടത് തന്നെ അതിൻ്റെ കമ്പിൻ്റെ തലഭാഗം നമ്മൾ മണ്ണിലേക്ക് നടുന്ന ഗ്രോ ബാഗിലേക്ക് വെക്കുന്ന ആ ഭാഗം ഒന്ന് ചെത്തി അതിൻ്റെ തൊലി പോക്കുക. ആ തൊലിയാണ് പോക്കിയിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് അതിൻ്റെ മുകളിൽ ആ പച്ച കായ് എടുത്തിട്ട് മൂന്ന് കമ്പാണ് ഞാനിപ്പോൾ ചെത്തി നന്നാക്കിയത്. അപ്പോൾ ആ പച്ചക്കായിട്ട് നമ്മൾ മെല്ലെ ചിരകി എടുക്കുക. കത്തി കൊണ്ട് നമ്മൾ മുകളിൽ കൂടി അങ്ങനെ വലിച്ചെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ജ്യൂസ് പോലെ അങ്ങനെ പിന്നെ കത്തിമേലായി കിട്ടും. അത് നമ്മൾ ആ ചെത്തിയ ഭാഗത്ത് നല്ലോണം പുരട്ടി കൊടുക്കുക. ചെത്തിയ ഭാഗത്ത് കംപ്ലീറ്റ് അതിൽ പുരട്ടി കൊടുക്കുക. എല്ലാ കമ്പിലും നമ്മൾ എത്ര കമ്പാണ് എടുക്കുന്നത് അത്ര കമ്പിൽ അങ്ങനെ ചെയ്യുക. നല്ല ഉഷാറായിട്ട് അങ്ങനെ ഒരു ചരിഞ്ഞ് എടുത്തേക്കാണെങ്കിൽ നമ്മൾ നല്ലോണം അവിടെ പറ്റി പിടിക്കും. അപ്പോൾ അത് നല്ലോണം ഫുള്ളായിട്ട് അതിൽ പറ്റി തേച്ച് പിടിപ്പിക്കുക. അതിൻ്റെ ശേഷം നമ്മൾ കെറാഡിക്സിൻ്റെ റൂട്ട് ഹോർമോണാണ് അതിൻ്റെ മുകളിൽ കൊടുക്കുന്നത്. അതിൻ്റെ കയ്യിലേക്ക് നമ്മൾ കുറച്ച് തട്ടിയിട്ട് അതിലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞൊന്ന് പൊതിഞ്ഞാളിന്. അപ്പോൾ അതിന്മേൽ ഫുള്ളായിട്ട് പറ്റി പിടിച്ചോളും അല്ല. അപ്പോൾ അതിന് നമ്മൾ ആ കായിൻ്റെ അത് പേസ്റ്റ് തേച്ചതിനെ കൊണ്ട് അതിൻ്റെ മുകളിൽ നല്ലോണം പറ്റി പിടിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇതാണ് കെറാഡിക്സിൻ്റെ റൂട്ട് ഹോർമോൺ. ഇതിന് വളക്കടയിലൊക്കെ കിട്ടുന്നതാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല. ഒന്നുകൂടി പെട്ടെന്ന് വേര് പിടിക്കാൻ നല്ലതാണ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് അപ്പോൾ പേസ്റ്റ് പുരട്ടി ആ ചെത്തിയ ഭാഗത്ത് നമുക്ക് ഇത് പൊതിഞ്ഞ് വെക്കണം. അത് ചെറുതായിട്ട് മടക്കിയിട്ട് അതിൽ പൊതിഞ്ഞ് വെക്കുക, അടിഭാഗം മാത്രം പൊതിഞ്ഞ് വെച്ചിട്ട് ചെറുങ്ങനെ ഒന്ന് വെള്ളം കൊണ്ടൊന്ന് നനച്ചു കൊടുത്താൽ അവിടെ ഒട്ടിപ്പിടിച്ച അവിടെ നിന്നോളും. ചെറുതായിട്ട് നനച്ചാൽ മതി, അധികം ഓവറായിട്ട് നനക്കണ്ട. ചെറുതാന്ന് മേലങ്ങനെ നനച്ചു കൊടുത്താൽ അത് ഒട്ടിപ്പിടിച്ച അവിടെ നിന്നോളും. അപ്പോൾ അത് പൊളിഞ്ഞു വരിക. അപ്പോൾ അതങ്ങനെ ചെയ്യാമല്ലോ. എത്ര എണ്ണ എത്ര പീസാണ് ഇത്ര കമ്പാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അത്രയും നമ്മൾ ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് 2 പീസ് ആക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ പപ്പായൻ്റെ ഇത് ഞാൻ പറഞ്ഞിട്ടില്ല, അതിൻ്റെ പറയാൻ വിട്ടത്. പപ്പായൻ്റെ ചെറിയ 2 കായ് വേണം. ഇതാണ് മെയിനായിട്ട് ഈ പപ്പായൻ്റെ കായ്. അപ്പോൾ അതിൻ്റെ കറ അയക്കുകയാണെങ്കിൽ ഫംഗസ് ഒന്നും വരില്ല, പെട്ടെന്ന് വേര് പിടിക്കാൻ. നമ്മളത് ചെറിയൊരു തുള ഉണ്ടാക്കിയിട്ട് ആ ചെത്തിയ ഭാഗം ആ ടിഷ്യൂ പേപ്പർ
പൊട്ടിച്ച ആ ഭാഗം അതിലേക്ക് താത്തി വെക്കുക. അതിലേക്കാണ് താത്തി വെക്കുക. ആ പപ്പായൻ്റെ കായിൻ്റെ ചെറിയ കായ് മതി. ഇനി കുറച്ച് വലുതായൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്മളിത് അധികം വലിയ കായൊന്നുമില്ല. ഇപ്പം നമ്മൾ ചെറിയ കവറല്ലേ, കവറിൽ വെക്കുന്ന മാതിരി ഇപ്പം ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിൻ്റെ പിന്നെ മോൾ വശത്തായിട്ട് കുറച്ചും കൂടി കായിൻ്റെ പേസ്റ്റ് ഒന്നും കൂടി ചെറുതായിട്ട് അതിൻ്റെ മോൾ ഭാഗത്തൂടി ഒന്ന് പെരട്ടി കൊടുക്കുക. ഇപ്പോൾ 2 കായാണ് നമ്മൾ പറിച്ച് കിട്ടിയത്. ആ 2 കായിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇനി കുറച്ച് തണ്ടുകൂടി കിട്ടാണ്ട്, കുറച്ച് തണ്ടു കൂടി നമുക്ക് കവറിലാക്കാനുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 2 എടുത്തിട്ടുള്ളൂ. അപ്പോൾ 2 നമ്മൾ ആ പപ്പായൻ്റെ കായിൻ്റെ അകത്തേക്ക് വെച്ച് അതിൻ്റെ മോൾ ഭാഗത്തായിട്ട് കുറച്ചും കൂടി നല്ല പച്ചക്കായിൻ്റെ ആ പേസ്റ്റ് വരണ്ടെടുത്തിട്ട് അതിൻ്റെ മുകളിലൊന്നും കൂടി വരട്ടി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഒന്ന് റൂട്ട് ഹോർമോൺ വെല്ലം ഒന്ന് വരട്ടി കൊടുക്കാം. ഇത് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് വേര് പിടിക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് കായ് പിടിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിലും വേര് പിടിക്കുകയും ചെയ്യും. അത് കുറച്ച് വഴുക്കുണ്ടാവുന്നുള്ളൂ. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കായും പിടിച്ചു. പിന്നെ കായ്ക്ക് തന്നെ നല്ല വളർച്ചയും കിട്ടും, നല്ല വലിപ്പം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ നല്ല റൂട്ട് നല്ല പവറിൽ വരും. ഇപ്പോൾ ഈ പപ്പായൻ്റെ കായിൻ്റെ അതിലുള്ള കറ അത് നല്ലൊരു ഫംഗസ് ഒന്നും കയറാണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സാധനമാണ് അതിൻ്റെ കറ. അപ്പോൾ അതിൽ വേരൊന്നും ചീഞ്ഞ് നശിച്ചു പോവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ചെറിയ കവറിലേക്ക് നമ്മളെ പോട്ടി മെഷീൻ്റെ അകത്തേക്ക് ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് താത്തി നല്ലോണം ഒന്ന് മണ്ണ് മുകളിലൊക്കെ ആക്കിയിട്ട് ഉറപ്പിച്ചവിടെ വെക്കുക. കൈ കൊണ്ടൊന്ന് നല്ലോണം മണ്ണ് മുകളിലൊക്കെ ആക്കിയിട്ട് നല്ലോണം ഉറപ്പിച്ച് വെക്കുക. അപ്പോൾ അത്രേ പരിപാടിയുള്ളൂ, പെട്ടെന്ന് കഴിയും. ഇതിലിപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രം ചെയ്യുന്നത്. എല്ലാ സാധനവും വീട്ടിലുണ്ടാകും. പപ്പായ ഉണ്ടാവും, അതുപോലെ തന്നെ പച്ചക്കായ ഉണ്ടാവും. ഈ പച്ചക്കായൊന്നും ഇല്ലെങ്കിലും ഞാൻ ചെയ്യാം. അതെല്ലാം കൂടി കിട്ടിയാൽ നല്ല റൂട്ട് നല്ല കരുത്തായിരിക്കും. അപ്പോൾ ഇത്രയാണ് സംഭവം. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തും കഴിഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾക്ക് കമൻറ്റ് ചെയ്യാം. ചീത്ത പറയാനാണെങ്കിലും എന്താണെങ്കിലും നമ്മളെ കമൻറ്റിൽ കൂടി അറിയിക്കുക. അപ്പോൾ അത് പരിപാടി കഴിഞ്ഞ് ഒന്ന് ചെറുതായി നനച്ചു കൊടുത്തിട്ടാണ് നമ്മളെ ടെറസിലുള്ള പിന്നെ ചെടികളാണിത്. ഇതിലൊക്കെ കായ് പിടിച്ചിട്ടുണ്ട്. 2-3 കവറിലും ചെടിയുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും